ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ വീട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള കുളക്കടവിലേക്ക് ഞങ്ങൾ കുറച്ച് ആമേ ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ആമേനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ലോങ് വീഡിയോസ് ഇടാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നപ്പോൾ ലോങ് വീഡിയോസ് 3 മിനിറ്റ് കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ട് എനിക്ക് കണ്ടന്റ് കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും കഴിയാത്തത് കൊണ്ട് ഞാനിപ്പോൾ ലോങ് വീഡിയോസ് കുറവാണ്, അധികം ഷോർട്സ് തന്നെ കേട്ടോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഏതായാലും വീട്ടിൽ പോയപ്പോൾ ഒരു ലോങ് വീഡിയോ തന്നെ അങ്ങോട്ട് ആക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ആമക്കുട്ടനും കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് പാറൂസ് ഓടി പുറപ്പെട്ടതാട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പം കാണാത്തതിന്റെ നിരാശയിലാട്ടോ ആളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു സീതാപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഈ പഴത്തിന് പറയാന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പാറൂസിനെ പ്രഗ്നന്റ് ആയ സമയത്തൊക്കെ ഈ ഒരു പഴം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയ പാടെ ഞങ്ങളിത് മുറിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഒരു പഴം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ ചേച്ചിയുടെ അടുക്കളയിൽ ഇപ്പോൾ ചേച്ചിയുടെ പയറുതോരൻ വെക്കാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പയറൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് ഇവിടെ ഉണ്ടായത് തന്നെയാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഭംഗി കണ്ടപ്പോൾ ഞാൻ വേഗം വന്ന് വീഡിയോസ് എടുക്കാം കേട്ടോ. അങ്ങനെ ഇതെല്ലാം ചേച്ചി നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചേച്ചി എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് കാണാം. ചീനച്ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റുക കേട്ടോ. വഴന്നു വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പയർ ഇട്ട് കൊടുക്കാം കേട്ടോ. പയർ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പയർ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയറുതോരൻ റെഡിയാണ് കേട്ടോ. അടുത്തതായിട്ട് ചേച്ചി ഇവിടെ നല്ല മത്തി മസാലയെല്ലാം പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നേരെ എടുത്ത് പൊരിക്കാവുന്നതാണ്. മീൻ പൊരിച്ച് കഴിഞ്ഞത് നല്ല ചെമ്മിക്കറി വെക്കാൻ വേണ്ടിയിട്ട് മസാല എല്ലാം ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പുറത്തൊരു അതിഥി വന്നിട്ടുണ്ടെന്ന് ചേച്ചിയുടെ അമ്മ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഓടി ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഈ ഒരു മയിലമ്മയാണ് കേട്ടോ. പാറസിനോട് ഞാനിതാ മയിലമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് മയിലിനെ കാണുന്നത് കേട്ടോ. തൊട്ടടുത്ത് തന്നെ നമ്മുടെ മയിലച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്, മക്കളെ ഒന്നും കണ്ടില്ല കേട്ടോ. നമ്മളിന്ന് ആമയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആമയും ഫാമിലിയും ഒന്നും കാണാഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് കാണാനായിട്ട് അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത് മയിലാണ് കേട്ടോ. ഞങ്ങളുടെ വീടിന്റെ കുറച്ചപ്പുറത്തേക്കായിട്ട് ഒരു കാവുണ്ട് കേട്ടോ, ഒരു സർപ്പക്കാവ്. ആ കാവിലാണ് ഈ ഒരു മയിലും മയിലച്ചനൊക്കെ താമസിക്കുന്നു കേട്ടോ. പാറൂസിന് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ ചെറുതാവുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം കേട്ടോ, ആ ഒരു കാവിൽ മയിലൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മുടെ മയിലച്ചൻ ഇതാ തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മയിലിനെ കുറച്ച് സൂം ചെയ്തെടുത്തുകൊണ്ട് ക്ലിയർ കുറച്ച് കുറവാട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.